നമസ്കാരം, ഡോക്ടർ സൗമ്യ സേരനാണ്. ഇന്ന് സംസാരിക്കുന്ന വിഷയത്തെപ്പറ്റി ഇനി ഒരിക്കലും സംസാരിക്കില്ല എന്നുള്ളത് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമായിരുന്നു. വിഷയം ഇതാണ്: വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിക്കുക, കുഞ്ഞു മരിക്കുക. ഇതിപ്പോ നിത്യസംഭവമാണല്ലോ, ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല നമ്മുടെ കേരളത്തില്. അപ്പോ മാസങ്ങൾക്ക് മുമ്പേ ഇതേപോലെ തന്നെ ഒരു വിഷയത്തില്, ഒരു സ്ത്രീ മരിച്ച വിഷയത്തിൽ സംസാരിച്ചപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ്, ഇനി ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ഇതിനെ പറ്റി ഇനി സംസാരിക്കേണ്ട. കാര്യം മനസ്സ് അത്രയും മടുത്തു പോയിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ആരോടാ സംസാരിക്കുന്നത്? രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന്, സ്ത്രീകൾ പെറ്റുകൂട്ടാനുള്ള യന്ത്രങ്ങളാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ ആളുകൾ. എനിക്ക് അപ്പുറത്ത് നിൽക്കുന്ന അടുത്ത വിഭാഗത്തോടാണ് ഏറ്റവും കൂടുതൽ അമർഷവും സഹതാപവും ഒരുമിച്ച് തോന്നുന്നത്. അതാ സ്ത്രീകളോടാണ്. സ്വന്തം ശരീരത്തിനും സ്വന്തം ജീവനും ആരോഗ്യത്തിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകളുടെ കൂടെ ആത്മാഭിമാനം പണയം വെച്ച് ഇതെല്ലാം ഉൾക്കൊണ്ട് ആക്സെപ്റ്റ് ചെയ്ത് സമരസപ്പെട്ട് ജീവിക്കുന്ന ആ വിഭാഗം സ്ത്രീകളോടാണ് എനിക്ക് അവരോട് അമർഷമാണോ തോന്നുന്നത്, ദേഷ്യമാണോ, സഹതാപമാണോ, സങ്കടമാണോ, എനിക്കറിയില്ല. ഇത്രത്തോളം ഹെൽപ്ലെസ് ആയ, അല്ലെങ്കിൽ ഇത്രത്തോളം നിസ്സഹായരായ ഒരു വിഭാഗത്തെ എന്ത് പറഞ്ഞ് നന്നാക്കാനാണ്? അവനവനെ ഇത്തരത്തിൽ ഒരു മെഷീനായിട്ട്, കൊല്ലം പ്രസവിക്കാനുള്ള മെഷീനായിട്ട് കാണുന്ന ആളുകളുടെ അടുത്ത്, അല്ലെങ്കിൽ അതിന് ഇനിയിപ്പോൾ അങ്ങനെ പ്രസവിച്ചോട്ടെ, അതും സാരമില്ല, ആ പ്രസവത്തിന് പ്രോപ്പറായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ദയ കാണിക്കാത്ത ഈ ആളുകളുടെ കൂടെ, അത് ജീവിത പങ്കാളിയാവട്ടെ, വീട്ടുകാരാവട്ടെ, ആരും ആവട്ടെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? ഇതിനേക്കാൾ ഭേദം പിച്ചെടുത്ത് ജീവിക്കുന്നതല്ലേ? ആത്മാഭിമാനത്തോടു കൂടി ഇതിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ നേടി ജീവിക്കുന്നതല്ലേ സ്ത്രീകളെ നല്ലത്? നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിക്ക്. നിങ്ങളുടെ ജീവൻ ഇത്രയും വില കൊടുക്കാത്ത ആളുകൾ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഇവരൊക്കെ നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഭർത്താവാണോ? എന്താണ് ഇങ്ങനത്തെ ഒരു ജീവിതം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇങ്ങനെ ചത്ത് മണ്ണടിഞ്ഞു പോവാനാണോ എൻ്റെ പെണ്ണുങ്ങളെ നിങ്ങൾ ജീവിക്കുന്നത്? ഇതിനേക്കാൾ ഭേദം എനിക്ക് അറിയില്ല എന്താ പറയേണ്ടത് എന്നുള്ളത്. കഷ്ടമാണ്. അപ്പൊ ഞാൻ ആരെ ബോധവൽക്കരിക്കാനാണ് സംസാരിക്കേണ്ടത് എന്നുള്ള വലിയൊരു ചോദ്യം. എത്ര സംസാരിച്ചിട്ടും, എത്ര എഴുതിയിട്ടും, എത്ര ഇതിനെപ്പറ്റി പറഞ്ഞിട്ടും പിന്നെയും ഈ പറയുന്ന കള്ള ചികിത്സകളും വീട്ടിലെ പ്രസവങ്ങളും മരണങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഷ്ടമാണ്, അത്രേ പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇനി ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കില്ല എന്ന് പണ്ട് ഞാനത് മനസ്സിൽ തീരുമാനിച്ചൊരു കാര്യമാണ്. സങ്കടം കൊണ്ടാണ്, അല്ലെങ്കിൽ നിരാശ കൊണ്ടാണ്. ഇത്രയും മുൻപന്തിയിൽ, നമ്മൾ എല്ലാ രീതിയിലും കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മരണങ്ങൾ, നമ്മുടെ പെണ്ണുങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്, നിരാശ ഉണ്ടാക്കുന്നുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് വല്ലാത്ത അവമതിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഇനിയും ഇതിനെപ്പറ്റി സംസാരിക്കും, അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ വല്ലാത്ത ഒരു തരം വിഷമവും സങ്കടമൊക്കെ തോന്നിപ്പോവുകയാണ്. നോക്കൂ, ഒന്നുകൂടി അവസാനമായി പറയുകയാണ്, എല്ലാ ജീവജാലങ്ങളെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കീർണമായ പ്രസവം എന്ന് പറയുന്നത് മനുഷ്യരിലാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിണാമത്തിൽ സംഭവിച്ചതാണ്. ഒരു പരിണാമം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം നമ്മുടെ ആരോഗ്യസ്ഥിതി, അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടന ഇത്രത്തോളം മാറിയ വേറെ ജന്തുജാലങ്ങളില്ല. നമ്മൾ 4 കാലിൽ നടന്നിരുന്ന നമ്മൾ 2 കാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങി. അതിനേക്കാൾ ഉപരി നമ്മുടെ ബുദ്ധി വികാസം ബാക്കി ജീവികളെക്കാൾ ഒക്കെ പെട്ടെന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയുടെ സൈസ് പണ്ടത്തെ മനുഷ്യരെ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തലയുടെ സൈസ് നമ്മുടെ ബോഡിയെ അപേക്ഷിച്ചിട്ട് കൂടി. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസവം എന്ന് പറയുന്ന ഒരു നോർമൽ, എല്ലാവരും പറയുന്ന പോലെ പട്ടി പ്രസവിക്കുന്നില്ലേ, പൂച്ച പ്രസവിക്കുന്നില്ലേ, പിന്നെ പെണ്ണുങ്ങൾക്ക് എന്ത് മാത്രം, എന്താ ഈ മനുഷ്യർക്ക് മാത്രം എന്താ ഇത്രയ്ക്ക് കൊമ്പ് ചോദിച്ചാൽ, മനുഷ്യർക്ക് കൊമ്പുണ്ട്. അതാണ് നമ്മുടെ ബുദ്ധി. കാലക്രമേണ നമ്മുടെ ശരീരഘടനയിൽ ധാരാളം മാറ്റങ്ങൾ വന്നു. നമ്മുടെ തല വലുതായി. നമ്മുടെ സ്ത്രീകൾ, അതായത് 4 കാലിൽ നടന്നിരുന്നതിൽ നിന്ന് നമ്മൾ ഉയർന്നു നടന്നപ്പോൾ നമ്മുടെ പെൽവിക് ബോണിന്റെ പുറത്ത് ഔട്ട്ലെറ്റിലൂടെയാണ് കുട്ടി പുറത്തേക്ക് വരേണ്ടത്. പണ്ട് വളരെയധികം വിസ്തൃതി ഉണ്ടായിരുന്ന പെൽവിക് ബോൺ നാരോ ചെയ്തു, അത് ചുരുങ്ങി. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് നിവർന്ന് നടക്കാൻ സാധിക്കുന്നത്. പണ്ടത്തെ പോലെയാണെങ്കിൽ ഇങ്ങനെ വിസ്തൃതമായിട്ടുള്ള പെൽവിക് ബോൺ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ 4 കാലിൽ നടന്നിരുന്ന സമയത്താണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ, നമ്മുടെ ടോട്ടലായിട്ട് മനുഷ്യരാശിയുടെ പെൽവിക് ബോൺ ഇങ്ങോട്ട് ഒതുങ്ങുകയും ഇടുപ്പെല്ല് ഒതുങ്ങുകയും, ഇടുപ്പല്ലിന്റെ പുറത്തുകൂടെ ആ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അതിലൂടെയാണല്ലോ കുട്ടി പുറത്തേക്ക് വരുന്നത്, ആ ഔട്ട്ലെറ്റും താരതമ്യേന ചുരുങ്ങി, അതിന്റെ ആ ഒരു വിസ്തൃതി കുറഞ്ഞു. നമ്മുടെ തലയുടെ വലുപ്പം കൂടി. അപ്പൊ എന്താ ഉണ്ടാവുക? വളരെ നാച്ചുറൽ ആയിട്ട്
പുറത്തേക്ക് വന്നിരുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾ ഇപ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം കുഞ്ഞിന്റെ തലയാണ് ആദ്യം. അധിക പ്രസവങ്ങളിലും അങ്ങനെയാണ്, അല്ലാതെയുള്ള പ്രസവങ്ങളും ഉണ്ട്. അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഫാലിക് പ്രസന്റേഷൻ, ആദ്യം കുഞ്ഞിന്റെ തലയാണ് പുറത്തേക്ക് വരേണ്ടത്. ആ തല വലുതാവുകയും ആ പുറത്തേക്ക് വരേണ്ട ഔട്ട്ലെറ്റ് ചെറുതാവുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഒബ്സ്ട്രക്റ്റഡ് ലേബേഴ്സ്, നമ്മുടെ പ്രസവം എന്ന് പറയുന്നത് ബാക്കി ജീവജാലങ്ങളെ അപേക്ഷിച്ചിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ശതമാനം സ്ത്രീകളിലും ചിലപ്പോൾ സിസേറിയൻ ഒക്കെ ആവശ്യമായി വരുന്നത്, വാക്വം ഡെലിവറി, ഫോർസെപ്സ് ഡെലിവറി, അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമായി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെയും ഒരു ഹോസ്പിറ്റലിന്റെയും ഒരു ശാസ്ത്രീയമായിട്ടുള്ള മെഡിക്കൽ സെറ്റപ്പ് നമ്മുടെ എല്ലാ പ്രസവങ്ങളിലും വേണമെന്ന് നമ്മൾ പറയുന്നത്. വീട്ടിൽ ഇതൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഏത് സ്ത്രീക്കാണ് പ്രശ്നം വരിക എന്ന് നമുക്ക് അറിയുകയില്ല. അപ്പോ കുട്ടി കുടുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വീട്ടിലെ വയറ്റാട്ടികൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ബാക്കിയുള്ള ജന്തുജാലങ്ങളൊക്കെ പ്രസവിക്കുന്നില്ലേ, പിന്നെ മനുഷ്യന് മാത്രം എന്താ കൊമ്പ് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണിത്. നമ്മുടെ പരിണാമമാണ് അതിനുള്ള ഉത്തരം. ഓക്കെ, നമ്മുടെ ശരീരഘടന മാറിയിരിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. നമ്മുടെ പണ്ടത്തെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നുണ്ടായിരുന്നില്ലേ, 10ഉം 15ഉം പ്രസവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ, അരി ഇടിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മൂമ്മ പോയി പ്രസവിച്ചിട്ട് തിരിച്ചു വന്ന് ബാക്കി അരി ഇടിച്ച കഥയൊക്കെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കൊള്ളാം, വെടി പറയാൻ കൊള്ളാം, വേറെ ഒന്നിനും കൊള്ളില്ല. നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പന്മാരുടെ ഒന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കിയൊക്കെ. അന്ന് ഈ പറയുന്ന പോലെ 10ഉം 15ഉം ഒക്കെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എത്ര കുട്ടികൾ സർവൈവ് ചെയ്തു, എത്ര കുട്ടികൾ മരണപ്പെട്ടു എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. എത്ര അമ്മൂമ്മമാരും മുത്തശ്ശിമാരും പ്രസവത്തിൽ മരിച്ചു പോയിട്ടുണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഇതൊക്കെ ഇന്നത്തെ അപേക്ഷിച്ചിട്ട് എത്രയോ ഇരട്ടിയായിരുന്നു. എത്രയോ അമ്മമാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയോ കുഞ്ഞുങ്ങൾ പ്രസവത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോ പണ്ട് കാലത്തെ നമ്മുടെ പൂർവികരുടെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ വെടി പറയാൻ മാത്രമേ ഈ കഥകളൊക്കെ കൊള്ളുകയുള്ളൂ. ഇന്ന് അമ്മമാര് മരിക്കുന്നത് നമുക്ക് നാണക്കേടാണ്. കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ നാടിന്റെ സ്വത്താണ്. സോ നിങ്ങളുടെ മുത്തശ്ശിമാര് പ്രസവിച്ച കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോ നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക, നിങ്ങളുടെ മുത്തശ്ശിമാരും അല്ലെങ്കിൽ പൂർവികരൊക്കെ എത്ര പേരാണ് കയ്യും കണക്കും ഇല്ലാതെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്ന്. അത്രയും മരണങ്ങൾ നമുക്ക് ഓക്കെ ആണോ? നിങ്ങളുടെ ഭാര്യ പ്രസവത്തിൽ മരണപ്പെടാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെടാൻ ഓക്കെ ആണോ? ഒരു ആശുപത്രിയിൽ ലക്ഷക്കണക്കിന് പ്രസവങ്ങൾ നടക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കൊണ്ട് ഒരമ്മയോ ഒരു കുഞ്ഞോ മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്നുണ്ടാവുന്ന ഇത്തരം മരണങ്ങൾക്കെതിരെ നമ്മളൊരു ചെറു വിരൽ പോലും അനക്കാത്തത്? ആശുപത്രികളിലും മരണങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് അപ്പൊ പലരും ചോദിക്കുന്നത്. നോക്കൂ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ സുരക്ഷിതരായിട്ട് പ്രസവിച്ചു പോകുമ്പോഴാണ് എത്രയോ കോംപ്ലിക്കേഷൻസിനെ നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും നമ്മുടെ മെഡിക്കൽ സിസ്റ്റം തല്ലിത്തടുത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ആയിരക്കണക്കിന് കോംപ്ലിക്കേഷൻസിലെ ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് കയ്യിൽ നിന്ന് അവരുടെ വഴുതി പോവുക, അവർക്ക് മാക്സിമം ട്രൈ ചെയ്തിട്ട് രക്ഷിക്കാൻ പറ്റാതെ വരിക. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരമ്മ മരണപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മരണപ്പെടുന്നത്. അതാണ് ആശുപത്രിയിൽ ഉണ്ടാവുന്ന മരണങ്ങൾ. നിങ്ങൾ നമ്മുടെ കേരളത്തിലെ മെറ്റേണൽ ഡെത്തുകളുടെ റേറ്റ് എടുത്ത് നോക്ക്, കുഞ്ഞുങ്ങളുടെ ഡെത്തുകളുടെ. അത് എത്രയോ ലക്ഷങ്ങളിൽ ഒന്നാണ്. അതാണോ വീട്ടിലെ മരണങ്ങളിൽ ഉണ്ടാവുന്ന കണക്ക്? 50%-ലേറെ, അതായത് പകുതിയിലേറെ അമ്മമാരും കുഞ്ഞുങ്ങളും മരണപ്പെടുകയാണ്. ഇത് നമ്മുടെ കേരളത്തിന് വലിയ നാണക്കേട് തന്നെയാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനം, നമ്മുടെ നിയമ സംവിധാനം, നമ്മുടെ സർക്കാർ എന്തെങ്കിലും ഒരു ശക്തമായ നടപടി എടുത്തേ മതിയാവുകയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഐ എം ഫെഡ് അപ്പ്. ഇങ്ങനത്തെ ടോക്ക് എനിക്കിനി ചെയ്യണ്ട പ്ലീസ്. എനിക്ക് നിങ്ങളോട് ഇനി ഈ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും മനസ്സ് കെട്ട ഒരവസ്ഥ അല്ലെങ്കിൽ വല്ലാത്ത അമർഷം തോന്നുന്നത് കൊണ്ടാണ്. എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോ ഇത് അധികവും അവസാനത്തെ ടോക്കാവണം ഈ വിഷയത്തിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഇനിയും നേരം വെളുക്കാത്ത, തലയിൽ ഇരുട്ട് കയറി വെളിച്ചം കയറാത്ത ആളുകളിലേക്ക് ദയവ് ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കൂ.